വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് 12 വർഷങ്ങളും 4400 ദിവസങ്ങളും 1,05,550 മണിക്കൂറുകളും പിന്നിടുകയാണ്. നെഹ്റുവിന്റെ റെക്കോർഡ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭേദിച്ചു എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ അദ്ദേഹം കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അത് വലിയൊരു റെക്കോർഡ് തന്നെയാണ് അത് ഭേദിക്കുന്നത്. നേരത്തെ ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡായിരുന്നു. ഈ 12 വർഷത്തിൽ ഈ കോൺഗ്രസും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ചെയ്ത ആ ഒരു കാര്യങ്ങളുടെ എത്രയോ ഇരട്ടി, 10 മടങ്ങെന്നൊന്നും പറഞ്ഞാൽ അത് ചെറുതായി പോകും. അതിന്റെ എത്രയോ ഇരട്ടിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തത്, നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തത് എന്ന് നരേന്ദ്രമോദിയുടെ ആ ഒരു 12 വർഷത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും മനസ്സിലാവും. ആ ഭരണത്തിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഈ 140 കോടി 145 കോടി ജനങ്ങളുടെ ആ ഒരു ജനസംഖ്യയുടെ ആ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ആ ഒരു ബെസ്റ്റ്, അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ബെസ്റ്റ് നൽകിയ ഒരു പ്രധാനമന്ത്രി ഇതിനു മുമ്പ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസ്സുകാർക്ക് ഇത് വളരെയധികം അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. ബാഹുബലി പോലെ നെഹ്റുവിനെ എടുത്ത് മുകളിൽ വെച്ചിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെഹ്റുവിന്റെ മുട്ടിന് താഴെ ഒരു പ്രതിമ പോലെ നിർത്തിയിട്ട് നെഹ്റുവിനോളം ആൾപ്പൊക്കമില്ല പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ നെഹ്റു കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ന്യായീകരണമുണ്ട്. കാരണം ബ്രിട്ടീഷുകാര് ഭരിച്ചു മുടിച്ച് ചണ്ടിയാക്കി ഇട്ടിട്ട് പോയ ഇന്ത്യയിലാണടാ ഞങ്ങളുടെ നെഹ്റു പ്രധാനമന്ത്രിയായി വന്നു കയറിയത്. ആ നെഹ്റു ഭരിച്ച് അഭിവൃദ്ധിപ്പെടുത്തിയ ആ ഇന്ത്യയിലാണ് നരേന്ദ്രമോദി ഇന്ന് വന്ന് നെഹ്റുവിന്റെ ആ ഒരു ഫ്രൂട്ട്, അതായത് ആ ഒരു ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണിൽ കിളച്ചു മറിച്ച് അതിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അവര് പറയുന്നത്. അതിനകത്തൊക്കെ വലിയ ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈസി ആയിട്ട് പലതും പൊളിച്ചു കളയാൻ പറ്റും. എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ 12 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ നേടിക്കൊടുത്തിട്ടുള്ള, മറ്റൊരാൾക്കും കൈവരിക്കാൻ സാധിക്കാത്ത സുപ്രധാനമായിട്ടുള്ള നേട്ടങ്ങൾ അടുത്ത പാർലമെന്റ് സെഷൻ എത്തുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് 362 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിലേക്ക് നമ്മുടെ BJP സർക്കാർ, NDA സഖ്യം എത്തുമോ എന്നുള്ളതാണ്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള പവർ, ആ ഒരു അൺലിമിറ്റഡ് പവർ നരേന്ദ്രമോദിയുടെ കയ്യിലേക്ക് എത്താൻ ഇനി എത്ര ദൂരമുണ്ട്? അത് അടുത്ത പാർലമെന്റ് സെഷനിൽ സാധ്യമാകുമോ? ഇത് എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ കല്ലേറ് കിട്ടിയ, വിമർശനങ്ങൾ ഏറ്റുവാങ്ങി, തെറിവുകൾ കേട്ടിയ, തന്തക്കുകൾ കേട്ടിട്ടുള്ള ഒരു വ്യക്തി വേറെ ഇല്ല. ഇപ്പൊ നമ്മളുടെയൊക്കെ വീഡിയോയുടെ താഴെ ഇപ്പൊ ഞാനിപ്പോ 29ാമത്തെ വർഷം മാധ്യമപ്രവർത്തനം, ഈ 29 വർഷമായിട്ട് നമ്മൾ സ്ഥിരം കേൾക്കുന്ന തെറിവിളി, തന്തയ്ക്ക് വിളി, ഇതൊക്കെ ഉണ്ട്, സ്വാഭാവികമായിട്ട് തന്നെ വരുന്നു. ഇത് ഒരു ചെറിയ വിഭാഗത്തിന്റെ മാത്രം. പക്ഷെ ഒരു രാജ്യത്തെ BJP-ക്കാർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തന്നെ ഒരു നേതാവിനെ വളഞ്ഞിട്ടങ്ങ് ആക്രമിക്കുക. മോദിയെ ഇത്രത്തോളം വിമർശിച്ചിട്ടുള്ള ഒരു നേതാവിന് വേറെ എങ്ങും കാണാൻ കഴിയില്ല. പിന്നെ ഇത് നമ്മുടെ രാജ്യത്തത്, അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ വിസ നിഷേധിച്ചു അങ്ങനെ അവഹേളിക്കുന്നതിന്റെ, അപമാനിക്കുന്നതിന്റെ അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ടാണ് ആ വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നത്. ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ആയിരുന്ന കാലം തൊട്ടാണ് അദ്ദേഹത്തെ ഈ രീതിയിലേക്ക് വരുന്നത്. അപ്പൊ വിമർശനങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ മുൻപോട്ടുള്ള കുതിപ്പിന് ഏറ്റവും വലിയ വളമാണത്. വിമർശനങ്ങൾക്ക് ആരും അതീതരല്ല, എല്ലാവരും വിമർശനങ്ങൾക്ക് വിധേയരാണ്. ഇപ്പൊ എന്താ പറയുന്നത്, പോസിറ്റീവും നെഗറ്റീവും ആളുകൾ പറയും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് മുൻപോട്ട് അദ്ദേഹം കയറുകയാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പൊതുവായിട്ട്, അതായത് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നില്ലല്ലോ എന്ന്. ഈ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ നരേന്ദ്രമോദിയെ വളർത്തുന്നതിനായിട്ട്? അദ്ദേഹം ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ ഈ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പ്? പിന്നെ അദ്ദേഹത്തിന് മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ വന്നൊരു നേതാവിന് പിന്നെ മാധ്യമങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല. അപ്പോ അദ്ദേഹം വന്നു, 2014 അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം ചെയ്ത ഒരുപിടി നല്ല കാര്യങ്ങളുണ്ട്. അദ്ദേഹം അതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ, നമുക്ക് ഒരുപിടി കാര്യങ്ങളിലേക്ക് തന്നെ പോകാം. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശൗചാലയം തന്നെയാണ്. ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇന്ത്യയിലെ ശൗചാലയങ്ങൾ, അത് കക്കൂസ് നൽകുന്നു എന്ന് പറഞ്ഞപ്പോൾ എത്രത്തോളം അവഹേളനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങി. പക്ഷെ ശ്രദ്ധേയമായ ഒരു കാര്യം, നോർത്ത് ഇന്ത്യയിലെ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഒരു പത്രവും അതിനെ അവഹേളിച്ചില്ല. കാരണം ഇന്ത്യയിൽ കക്കൂസ് ഇല്ലാത്തവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. 60 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന് ഒരു കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിനവർക്ക് ന്യായീകരണമുണ്ട്, കഴിക്കാനൊന്നും കിട്ടുന്നില്ല, അപ്പൊ പിന്നെ കക്കൂസിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ഡിഫെൻഡ് ചെയ്യാം. ഗ്യാസും ഇല്ല, അവിടെ അത് കെട്ടിക്കൊടുത്തു. അപ്പോഴാണ് ഈ കേരളത്തിൽ പോലും കക്കൂസ് ഇല്ലാത്തവരുണ്ടായിരുന്നു. ഞാൻ പോയി ആ വാർത്ത എടുത്തതാണ്. എന്റെ നാട്ടിൽ തകഴിയിൽ ഒരു ഭാഗത്ത് അവിടെ അതില്ലായിരുന്നു. അതിന്റെ വാർത്ത ഞാൻ ചെയ്തിട്ടുണ്ട് ന്യൂസിന്റെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് ഇവിടെ പുല്ലുവിളയിൽ ഒരു സ്ത്രീ പട്ടിയുടെ കടിയേറ്റ് മരിച്ചിരുന്നു. അവര് കക്കൂസ് ഇല്ലാത്തത് കൊണ്ട് കടൽ തീരത്ത് ഈ മലമൂത്ര വിസർജനം നടത്താൻ പോകുന്നതിനിടയിലാണ് അവരെ നായ ആക്രമിക്കുന്നത്. അങ്ങനെ ഒരു വാർത്ത വരെ കേരളത്തിൽ നിന്ന് ഈ പിണറായി വിജയന്റെ കാലത്ത് വന്നിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് അവർ കളിയാക്കി. അത് പിന്നെ കമ്മികളുടെ ഒരു നേച്ചർ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ വന്നു ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സ്ത്രീകൾ, അതായത് ഈ ബഹുപുരുഷൻ, നമ്മുടെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ അകത്തിരിക്കുന്ന നമ്മുടെ പെണ്ണുങ്ങളെ അല്ല നോക്കേണ്ടത്, കണ്ണ് തുറന്നു വെച്ച് നോക്കണം. ഈ 140 കോടി ജനങ്ങളിലുള്ള ഏതാണ്ട് 70-75-80 കോടിയോളം സ്ത്രീകളാണ്. ഈ സ്ത്രീകൾ ദൂരങ്ങളിൽ പോയിട്ട്, നമ്മൾ ഈ നോർത്ത് ഇന്ത്യ പോയ ഒരു നിത്യ കാഴ്ചയാണ് ഇവിടെ ചെന്നാലും. ഈ സ്ത്രീകൾ ദൂരെ പോയിട്ട് വിറകിന്റെ കഷ്ണങ്ങൾ, അതായത് ചുള്ളിക്കമ്പിന്റെ കഷ്ണങ്ങൾ തലയെ കെട്ടി വെച്ചുകൊണ്ട് കിലോമീറ്ററോളം നടന്നു വരും പാചകം ചെയ്യാനായിട്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അനുഭവിച്ച ദുരിതങ്ങൾക്ക് കണക്കില്ല. അതായത് ഒന്ന് കക്കൂസില്ല എന്ന് പറയുമ്പോൾ തന്നെ എത്ര പേരാണ് ഇന്ത്യയിൽ ഓരോ വർഷം പാമ്പ് കടിയേറ്റ് മരിക്കുന്നത്. അതായത് ഈ മലമൂത്ര വിസർജനത്തിനായിട്ട് രാത്രി കാലങ്ങളിൽ മാത്രമേ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുള്ളൂ. രാത്രി കാലങ്ങളിൽ അവർ കുറ്റിക്കാട്ടിലോ മറ്റോ പോയിരിക്കും, പാമ്പ് കടിയേറ്റ് മരിക്കും. ഇപ്പോൾ പാമ്പ് കടിയുടെ റിപ്പോർട്ട് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. അതാണ് അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം. അദ്ദേഹം അതിനൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, അമ്പലങ്ങളല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ശൗചാലയങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതിനെതിരെ അന്നത്തെ ഹിന്ദുത്വവാദികൾ വലിയ പ്രതിഷേധവും ഉയർത്തിയായിരുന്നു അദ്ദേഹം അത് പറഞ്ഞതിനെതിരെ. അതിനുശേഷം അദ്ദേഹം ഗ്യാസ് കൊണ്ടുവന്നു. അതൊരു വലിയ വിപ്ലവം തന്നെയാണ് വരുത്തിയത്. കാരണം ഈ വിറക് ശേഖരിക്കാൻ പോകുമ്പോൾ പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് അവർ വിധേയരായിട്ടുണ്ട് സ്ത്രീകൾ. ഈ വിറക് ദൂരത്തുനിന്ന് കെട്ടിച്ചുമന്നുകൊണ്ട് വരിക എന്നുള്ളൊരു കായിക അധ്വാനം മാത്രമല്ല, മൃഗങ്ങളുടെ കയ്യിൽ നിന്നുള്ള ശല്യങ്ങൾ, മറ്റു സാമൂഹ്യ വിരുദ്ധരുടെ കയ്യിൽ നിന്നുള്ള ശല്യങ്ങൾ, പാമ്പ് കടിയേറ്റ് അവിടെയും മരിക്കുന്നുണ്ട്. ഇതെല്ലാം ഏറ്റുവാങ്ങിയ ഒരു സ്ത്രീകളെ അതിൽ നിന്ന് കുറച്ച് മോചിപ്പിക്കാൻ കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് അതൊരു വലിയ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാരുടെ, അവിടെയാണ് നരേന്ദ്രമോദി ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തത്. സ്ത്രീ വോട്ടർമാർ, അദ്ദേഹത്തിന് നന്നായി അറിയാം ഹിന്ദുത്വം എന്നും വേകുന്ന ഒരു പരിപ്പല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് സ്വാഭാവികമായി തന്നെ. ഒരു കാര്യം കൂടെ ഉണ്ട്, ജൽ ജീവൻ മിഷൻ. പണ്ട് നമ്മൾ UPA സർക്കാരിന്റെ കാലത്ത് ഈ ഭാരതത്തിന്റെ ഓരോ പാട്ടുകൾ ഇറങ്ങുമല്ലോ, അതായത് ഈ സിനിമാ നടന്മാരെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ദൂരദർശനിലൊക്കെ വരുന്ന പാട്ടുകളൊക്കെ ഇറങ്ങും UPA സർക്കാരിന്റെ കാലത്ത്. അതിലെ നിത്യം ഇവരെ ആദ്യം ഇന്ത്യ പോർട്രേ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വിഷ്വലാണ് ഈ രാജസ്ഥാനിലെ സ്ത്രീകൾ തലയിൽ 1, 2, 3, 4, 5, 6 കുടങ്ങളുമായിട്ട് ഇങ്ങനെ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന കാഴ്ച. അവർ ദൂരെ നിന്ന് രാവിലെ പോയി വെള്ളം എടുത്തിട്ട് അവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ്. ഇപ്പം നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം അങ്ങനെ ഒരു വിഷ്വല് ചരിത്രത്തിൽ മാത്രമേ ഉള്ളൂ, മാഞ്ഞുപോയി. അത് എവിടെയാണെന്ന് അറിയാൻ വയ്യ. പിന്നെ സിനിമയിലും ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഈ ജലജീവൻ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം സമ്പൂർണ്ണ വൈദ്യുതികവൽക്കരണത്തിലേക്ക് പോയി. കാശ്മീരിലും അരുണാചൽ പ്രദേശിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും 75 വർഷത്തിന് ശേഷമാണ് കറണ്ട് വരുന്നത്. അതായത് 75 വർഷമായിട്ട് അവർ കറണ്ടില്ല. അതായത് നമ്മുടെ സ്വാതന്ത്ര്യം നേടിയിട്ട് ഇത്രയും നാളായിട്ട് കറണ്ട് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, കറണ്ടില്ല. ആ പദ്ധതിയാണ് MM മണി ഇവിടെ വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞത്. ആർക്കെങ്കിലും കറണ്ടിലേക്ക് പറയൂ, ഞങ്ങളുടെ പദ്ധതിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ തന്നെ താഴെ ആൾക്കാർ പറഞ്ഞു, നിങ്ങളുടെ പദ്ധതിയല്ല, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്, വൈദ്യുതി സൗജന്യമായിട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് എത്തിക്കണം എന്നുള്ളത്. അത് ഭംഗിയായി എത്തിച്ചു. ഇന്ന് വൈദ്യുതി ഇല്ലാത്ത എങ്ങുമില്ല. അതിനുശേഷം അദ്ദേഹം തുടങ്ങി വിപ്ലവകരമായ ഒരു മാറ്റമുണ്ട്. അത് നടന്നു വരുന്നതേ ഉള്ളൂ. സമ്പൂർണ്ണ സോളാറിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. ഈ BP ഉള്ളവർക്ക് സൗജന്യമായി സോളാർ വെച്ചു കൊടുക്കുന്നു. സമ്പൂർണ്ണ സോളാറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. സൂര്യ അങ്ങനെ എന്തോ പേരാണ് അതിന്റെ. ആ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പദ്ധതികൾ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ പദ്ധതികൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. സുകന്യ സമൃദ്ധി എന്ന് പറഞ്ഞ് പെൺകുട്ടികളുടെ പഠനത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ട് സ്ത്രീകൾക്ക് സാമ്പത്തിക ലാഭം, ഈ ജൻധൻ യോജന അക്കൗണ്ട് വഴി 10,000 രൂപ 15,000 രൂപ കൊടുക്കുന്നു. കിസാൻ സമ്മാന നിധി കൊടുക്കുന്നു. അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതി, അതൊരു വിപ്ലവം തന്നെയായിരുന്നു ഈ രാജ്യത്തുണ്ടാക്കിയത്. കാരണം 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കിട്ടുക എന്ന് ഇതുവരെ ആരും വിഭാവനം ചെയ്തിട്ടില്ലാത്തൊരു വലിയ കാര്യത്തിലേക്ക് അദ്ദേഹം കിട്ടി. അതുപോലെ തന്നെ പ്രസവാവധി 26 ആഴ്ചയാക്കി അദ്ദേഹം ഉയർത്തി. അതുപോലെ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് 6,000 രൂപ എന്നുള്ള ഒരു രീതി, ഗർഭിണി ആയിരിക്കുമ്പോൾ തൊട്ട് 6,000 രൂപ കിട്ടുന്നു. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതുവരെ നടപ്പാക്കിയ പദ്ധതികൾ ഏറിയ പങ്കും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇതാണ് ഈ സ്ത്രീ വോട്ടർമാര് അദ്ദേഹത്തിന് പിന്നിൽ അണിനിരക്കാൻ കാര്യം. നരേന്ദ്രമോദി കയറിയതിനു ശേഷം ഈ രാജ്യത്തുണ്ടായതെന്ന് വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്നത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി എന്നൊരു വോട്ട് ബാങ്കും അതിനുള്ളിൽ തന്നെ ഹിന്ദുക്കൾക്കുള്ളിൽ നായര്, ഈഴവ്, മറ്റു വിഭാഗങ്ങൾ എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തിരുന്ന വോട്ട് ബാങ്കിനെ തകർത്തിട്ട് അവിടെ സ്ത്രീ വോട്ട് ബാങ്ക് അദ്ദേഹം സൃഷ്ടിച്ചു. രണ്ടാമത് യുവാക്കളുടെ ഒരു വോട്ട് ബാങ്ക് അദ്ദേഹം സൃഷ്ടിച്ചു. ഈ 2 വോട്ട് ബാങ്ക് നിലനിൽക്കുന്നിടത്തോളം കാലം BJPക്ക് നാളെ ഹിന്ദുത്വം പറഞ്ഞില്ലെങ്കിലും ഈസിയായിട്ട് ജയിക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കാൻ പ്രതിപക്ഷത്തിന് പറ്റുന്നില്ല. അവരുടെ ഇപ്പോഴും BJP വർഗീയത, ഭ്രൂണം, ശൂലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പോയി. ആ ഒരു സാധനം BJPക്കാർ എവിടെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും BJPയുടെ നേതാവ് വർഗീയത പറയുന്നത് കേട്ടിട്ടുണ്ടോ? എങ്ങുമില്ല. പിന്നെ വളരെ ചുരുക്കം ചില ആളുകൾ എന്തെങ്കിലും പേരിന് വേണ്ടിയിട്ടോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ പറയുന്നില്ല. അതിന്റെ ആവശ്യം ഇനി ഇല്ല. അവർക്ക് ഡെവലപ്മെന്റ്സ് കാണിച്ചുകൊണ്ട് അവർക്ക് വോട്ട് ചോദിക്കാൻ പറ്റും. മെനങ്ങാന്നും കേരളത്തിലെ സുഡാപ്പി യൂട്യൂബറിൽ നിന്ന് ഗോത്ര കലാപത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ടാണ് ട്രെയിൻ കത്തിയതെന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ കണ്ടത്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ ജനം എന്ന് പറഞ്ഞ വെറും പാഴുകളല്ല.
അവർക്ക് കൃത്യം പണ്ട് മാധ്യമങ്ങൾ വിരലെണ്ണാവുന്നവരെ ഉള്ളായിരുന്നു. അന്ന് എന്ത് പറ്റുമെങ്കിൽ ഈ മാധ്യമങ്ങൾ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുമായിരുന്നു. വളരെ വിരലെണ്ണാവുന്ന പത്രങ്ങളും വിരലെണ്ണാവുന്ന ചാനലുകളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട വെച്ചിട്ടാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് ട്രെയിൻ കത്തുന്നത്, അങ്ങനെയാണ് പത്രങ്ങളിൽ വരുവാൻ. ഇന്ന് അത് പൊളിഞ്ഞു. കാരണം സോഷ്യൽ മീഡിയ അവൈലബിൾ ആണ്. ഇന്ന് ഏഷ്യാനെറ്റിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും നാഷണൽ ചാനലിലോ ലൈവ് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ആക്സിഡന്റിന്റെ വിഷ്വൽ ലൈവ് നമ്മുടെ മൊബൈലിൽ വാട്സപ്പിൽ കിട്ടും. എവിടെ? കാരണം അതിനടുത്ത് നമ്മുടെ ഒരു സുഹൃത്തുണ്ടാവും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാട്ടുകാരുണ്ടാവും, നമുക്ക് അറിയാത്ത ഒരാളുണ്ടാവും. അയാൾ അവിടെ അടുത്തുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വീഡിയോ എടുക്കുകയാണ്, അയാൾ അയാളുടെ ഗ്രൂപ്പിലേക്ക് ഇടുന്നു, ആ ഗ്രൂപ്പ് അങ്ങ് ഷെയർ ചെയ്ത് പോവുകയാണ്. മറ്റേ മുഖ്യധാരാ മാധ്യമത്തിലെ ചാനൽ റിപ്പോർട്ടർ അവിടെ പോയി വിഷ്വൽ എടുത്ത് അത് ചാനൽ സ്റ്റുഡിയോയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലായിടത്തും ആ വിഷ്വൽ കിട്ടിക്കഴിഞ്ഞു. അതും അതിനേക്കാൾ മനോഹരമായ പല വാർത്തകളും എത്താറുണ്ട്. അങ്ങനെയല്ലേ നമ്മളൊക്കെ ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട് ന്യൂസ് ഇന്ത്യ മലയാളം നിങ്ങൾക്ക് മാത്രം എവിടെ നിന്ന് ഈ വാർത്ത കിട്ടുന്നെന്ന്. ഇത് പുതിയ കാലഘട്ടമാണ്. അല്ലാതെ ഏഷ്യാനെറ്റും ദേശാഭിമാനി ഉരുട്ടിത്തരുന്നല്ല ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ മലയാളത്തിലെ മാധ്യമങ്ങളിലെ വാർത്തകൾ എടുക്കാറേ ഇല്ല. അത് ആദ്യം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാഷണൽ മീഡിയാസോ ഇല്ല ഇന്റർനാഷണൽ മീഡിയാസോ കൂടുതൽ സെർച്ച് ചെയ്യുന്നവരെ എല്ലാം നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ബ്ലൂബർഗ് അടക്കമുള്ള ചില മീഡിയാസുകളെ നമ്മൾ കള്ള മീഡിയാസുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം അതിന്റെ ഒരു എന്റെ തന്നെ ഇപ്പൊ നമ്മുടെ ഈ വാട്സപ്പിൽ തന്നെ 162 ചാനലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അത് ഓൺലൈൻ മീഡിയാസിന്റെ. അതിൽ ഒരു ദിവസം തന്നെ വരുന്ന വാർത്തകൾ ബംഗാളിലെ ആസാമിലും കാശ്മീരിലും അടക്കം എത്രയോ വാർത്തകൾ വരുന്നുണ്ട്. ഇത് പണ്ട് അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയാം, സത്യം അറിയാൻ പറ്റും. ഇനി അഥവാ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു വ്യാജ വാർത്ത കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് ഒരു 2-3 മണിക്കൂറിന്റെ വ്യത്യാസമേ വരുന്നുള്ളൂ അതിനെ പൊളിച്ചെടുക്കാനായിട്ട്. ആ രീതിയിലേക്ക് വരുന്നു. ഇതെല്ലാം തന്നെ ഈ മോദി സർക്കാരിന് ഗുണപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഈ 14 വർഷം ധനുഷ് നേരത്തെ അദ്ദേഹം പ്രവർത്തിച്ച ദിവസങ്ങളെ കുറിച്ച് പറഞ്ഞു, സമയങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അതായത് വിമർശനങ്ങളും അവഹേളനങ്ങളും ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ കേവലം അത്രയും ദിവസങ്ങൾ കൊണ്ട്, അതായത് 400 ദിവസങ്ങൾ കൊണ്ട് അത്രയും മണിക്കൂർ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അദ്ദേഹം മാറ്റിയെടുത്തത് ഒരു പുതിയ ഇന്ത്യയാണ്. ആർക്കും തകർക്കാൻ കഴിയാത്തൊരു ഇമേജിനെയാണ്. ആ അവസരത്തിലൊക്കെ നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കും. ഇല്ലെങ്കിൽ വേണ്ട, നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ രാഷ്ട്രീയ നേതാക്കളുണ്ടല്ലോ കേരളത്തിലടക്കം. അവരുമൊക്കെ ഇതിൽ കൂടുതൽ വർഷം പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നതല്ലേ. അവർക്കൊക്കെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ഞങ്ങൾ ഇന്നത് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മുടെ കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിക്ക് പറയാം, ഇത് എന്റെ പ്രൊജക്റ്റാണ്, ഇല്ലെങ്കിൽ എന്റെ ഇതാണ്, ഇല്ലെങ്കിൽ ഞാനാണ് ഇത് ഒന്ന് പറയാനുണ്ടോ? ഇല്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ഇമ്പാക്റ്റ് ആണുള്ളത്? നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചരിത്ര വസ്തു അവശേഷിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഇതാണ് അതിന്റെ ഒരു വ്യത്യാസം. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ തകർക്കാൻ കഴിയും? തകർക്കാനേ കഴിയില്ല. രാഹുൽ ഗാന്ധിക്ക് തകർക്കാനേ കഴിയില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ കുടുംബ പാരമ്പര്യം എടുത്താൽ പോലും നെഹ്റുവും ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധി പിൻ ഡ്രൈവിംഗ് നടത്തിയ ആ ഒരു കാലഘട്ടവും എടുത്തു കഴിഞ്ഞാൽ ഒന്നും തന്നെ എടുത്തു പറയാനില്ല. അവർക്ക് ഒന്നും എടുത്തു പറയാനില്ല. അവിടെയാണ് അവർ പരാജയപ്പെടുന്നത്. നെഹ്റു ഇപ്പൊ ആരും ഓർക്കാത്തതും മറ്റും ആ കാരണം കൊണ്ടാണ്. കാരണം അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എടുത്തു പറയത്തക്ക ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ നെഗറ്റീവ് ഒരുപാടുണ്ട് താനും. നരേന്ദ്രമോദിയെ കുറിച്ച് നെഗറ്റീവായിട്ട് ഒന്നും തന്നെ പറയാനില്ല. പറയാം, രാഷ്ട്രീയപരമായിട്ട് പറയാൻ പറ്റും. വർഗീയതയാണ്, മറ്റേതാ മറിച്ചത്. ഈ വർഗീയത പറയുന്നത് ആരാണ്? സുഡാപ്പികളാണ് പറയുന്നത്. അതല്ലാതെ മുമ്പൊക്കെ കുറെ ഹിന്ദുക്കളെങ്കിലും പറയുമായിരുന്നു നരേന്ദ്രമോദി ഇല്ലെങ്കിൽ BJP വർഗീയത. ഇന്ന് ഏതെങ്കിലും ഒരു ഹിന്ദു BJP വർഗീയതയാണെന്നോ നരേന്ദ്രമോദി വർഗീയവാദിയാണെന്നോ പറയുന്ന ഏതെങ്കിലും ഹിന്ദുവിനൊക്കെ കാണിച്ചു തരാൻ കഴിയും? ഉണ്ടാകും, ഹിന്ദുക്കളുണ്ടാകും. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഡാപ്പികളുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ ഫണ്ട് മേടിച്ച് ജീവിക്കുന്ന കുറെ പരാന്നജീവികളുണ്ട്, ജന്തുക്കൾ എന്നാണ് പറയുന്നത്. ഹിന്ദുക്കളിലെ തന്നെ ജന്തുക്കളുണ്ട്. അത് മേടിച്ച് നക്കിക്കൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുക എന്നുള്ള. അവർക്ക് റീച്ച് ഇല്ല. അവരുടെ ലൈക്ക് ആരാ കൊടുക്കുന്നത്? അവർക്ക് ലൈക്ക് കൊടുക്കുന്നത്. ലൈക്ക് കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ. ഞാൻ അവരുടെയൊക്കെ പോസ്റ്റ് എടുത്ത് നോക്കാറുണ്ട്. ലൈക്ക് മുഴുവൻ സുഡാപ്പികളാണ് കൊടുക്കുന്നത്. എടാ നിന്റെ 10 ലൈക്ക് ഇതിൽ കിട്ടുന്നു. പുറത്തേക്ക് പോലും വരാറില്ല യവന്മാര്. വാട്സപ്പിൽ ഉണ്ടെങ്കിൽ പോലും യവന്മാര് റീ റെസിപ്റ്റ്സ് പോലും ഓഫ് ആക്കി ഇട്ടിട്ടായിരിക്കും യവന്മാര് ഇരിക്കുന്നത്. പക്ഷെ എല്ലാം അപേക്ഷിക്കുന്നുണ്ടായിരിക്കും. അതെന്നാൽ ഈ ലൈക്ക് നോക്കണം. ഈ പറയുന്ന ഈ ഹിന്ദുക്കളുടെ ലേബലുള്ള ഹിന്ദു വിരുദ്ധ പ്രസ്താവന നടത്തുന്ന ഫേസ്ബുക്കിലേക്ക് എഴുതിയിരുന്ന ലൈക്ക് നോക്കുകയാണെങ്കിൽ 99 സുഡാപ്പികളാ. ഈ സുഡാപ്പികളെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും, പേര് മാറ്റി വന്നാലും. രോഹൻ മേനോൻ അല്ലെങ്കിൽ രോഹൻ നമ്പ്യ അതല്ല നമ്പൂതിരി, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇടുന്നത്. എടാ ഓരോ ജാതിക്കും ഇടുമ്പോൾ അവരുടെ ആ പേരിനോടൊരു സാമ്യം, ഒരു ലോജിക്കലി സാമ്യമെങ്കിലും വേണ്ടേ? ഇങ്ങനെ വന്നിട്ടാണ്. പക്ഷെ കമന്റ് ഇടുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അക്ഷരത്തെറ്റ് കൂടെ പുറപ്പായതുകൊണ്ട് എങ്ങനെങ്കിലും ഒരു വാക്ക് അതിൽ കൃത്യമായി വരും. എങ്ങനെ ഇട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഇപ്പൊ അവർ കമന്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ChatGPT കൊടുത്ത് എല്ലാ കറക്ഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് ഇപ്പൊ ഇടുന്നത്, തെറ്റ് വരാതിരിക്കാൻ. പക്ഷെ അപ്പോഴും ഇവരുടെ വ്യാകരണ തെറ്റുണ്ടാവും അതിൽ. പറയേണ്ടതല്ല അവർ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ധനുഷ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കാരണം നരേന്ദ്രമോദി സർക്കാർ ഇത്തവണ കയറുമ്പോൾ അവർക്ക് 240 സീറ്റും അവരുടെ മുന്നണിക്ക് 292 293 സീറ്റ് മാത്രമാണുള്ളത്. അത് NDA ഘടകകക്ഷി.
92 എല്ലാ ചപ്പുചവറുകളും എല്ലാം കൂടെ പിടിച്ചു വെച്ചിട്ടാണ് ആ ഒരു മുന്നണി അവർ രൂപീകരിച്ചത്. പക്ഷെ ഇപ്പോഴേക്ക് അവർക്ക് പാർലമെന്റിൽ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഒന്നും തന്നെ കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. പക്ഷെ ഇപ്പോഴത് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വരുന്ന പാർലമെന്റ് സെഷനിൽ അവർ ഈ വനിതാ സംവരണം 33% വനിതാ സംവരണം കൊണ്ടിരുന്നു. ഒപ്പം തന്നെ ഈ ഡീലിമിറ്റേഷൻ ബില്ല് വീണ്ടും കൊണ്ടുവരികയാണ്. അതിനവർക്ക് ബലം പകരുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിട്ടുള്ള സ്പ്ലിറ്റാണ്. ആ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായ സ്പ്ലിറ്റ് വിവിധ തരത്തിലാണ്. കാരണം 362 സീറ്റ് വേണം, 362 വോട്ട് വേണം അത് പാസ്സാക്കാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ? കറക്റ്റ് അല്ലേ? അത് 362 വോട്ടാണ് ഇത് വേണ്ടത്. 362 28 വോട്ട് മമതാ ബാനർജിക്കുണ്ട് ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട്. അല്ല, ലോക്സഭയിൽ മാത്രം 28, രാജ്യസഭയിൽ അവർക്ക് 13 മെമ്പർമാരുണ്ട്. ഏതായാലും അതിനകത്ത് 20 പേര് ഇപ്പോൾ BJP ആയിട്ട് ചർച്ച തുടങ്ങിയിട്ടുണ്ട്. 20 വോട്ട് അവർക്ക് ഏതായാലും ഷുവർ ആയിട്ടുണ്ട്. ഇനി ഈ ബാക്കിയുള്ള 8 പേരിൽ എത്ര പേരോട് വരും എന്നുള്ളത് അറിയില്ല. രണ്ടാമത് DMK ആണ്. DMK സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രത്യക്ഷത്തിൽ BJP സപ്പോർട്ട് ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. പകരം ഈ YSR കോൺഗ്രസും ബിജു ജനതാദളും ഒക്കെ ചെയ്ത് കണക്ക് ഒരു ബാക്ക് സപ്പോർട്ട്, ഒന്നുകിൽ അവർ ഇറങ്ങിപ്പോകും. ഇത് നടക്കുമ്പോൾ, ഈ ചർച്ച നടക്കുമ്പോൾ അവർ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. അപ്പൊ പിന്നെ ആ ഇറങ്ങിപ്പോകുന്നതിന്റെ എണ്ണം കുറയ്ക്കണമല്ലോ, അതിനുശേഷമല്ലേ വോട്ടെടുപ്പ് നടത്താൻ കഴിയും. അപ്പോൾ ആ ഒരു ഇത് വരുന്നത്. ഇനി ഇതിനേക്കാൾ വലിയ പിളർപ്പ് ഇപ്പോൾ വരാൻ പോകുന്ന ഒരു പാർട്ടിയിൽ നമ്മൾ നേരത്തെ അത് പറഞ്ഞിരുന്നതാണ്. അത് മറ്റൊന്നുമല്ല, സമാജ്വാദി പാർട്ടി വലിയ ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുക. നമ്മളത് മുൻപ് ചർച്ചകളൊക്കെ നമ്മൾ സ്ഥിരം പറഞ്ഞിരുന്നത്. വലിയ പോസ്റ്ററുകളൊക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, അതിന്റെ ഒരു ദേശീയ വക്താവുണ്ട്. അവർ വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവരാണ് മമതാ ബാനർജിക്കെതിരെ ആദ്യം തിരിഞ്ഞത്. അവരനുഭവിക്കണോ, അങ്ങനെ അവർ ചെയ്തു കൂട്ടിയതുകൊണ്ടാണ് അവർ തോറ്റു ഉന്നം പാടിയെന്ന് പറയുകയും പിന്നീട് അഖിലേഷ് യാദവ് മമതാ ബാനർജിയെ കാണാൻ ബംഗാളിൽ പോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ആ പാർട്ടിയിൽ ഒരു വലിയ സ്പ്ലിറ്റ് ഉണ്ട്. അവർക്കുണ്ട് 38ഓളം MP-മാരുണ്ട്. അപ്പം ഇതെല്ലാം നിൽക്കുന്നുണ്ട്. അതിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത പാർലമെന്റ് സെഷനിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ ആ ബില്ല് പാസ്സാക്കി എടുക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകൾ. രാജ്യസഭയിലും ഇപ്പോൾ അവർക്ക് മേൽക്കൈ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. വലിയ മേൽക്കൈ തന്നെ അവർക്ക് രാജ്യസഭയിൽ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന DMKയുടെ സൈലന്റ് സപ്പോർട്ടും ഈ തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭയിലുള്ള MP-മാരുടെ ഒരു സപ്പോർട്ടും, ഒന്നുകിൽ അവർ ഇറങ്ങിപ്പോയാൽ പോലും ഇവർക്ക് ഇവരുടെ എണ്ണം തികച്ച് പാസ്സാക്കാൻ കഴിയും. അപ്പോൾ ഇനി വരാൻ പോകുന്ന നരേന്ദ്രമോദിയുടെ അടുത്ത ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള 2 നീക്കങ്ങളാണ് അദ്ദേഹം നടത്താൻ പോകുന്നത്. ഒന്ന്, സ്ത്രീകൾക്കുള്ള സംവരണം, 33% സംവരണം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അതൊരു ചരിത്രം തന്നെയാണ്. ഈ പകുതി 50% സംവരണത്തിലേക്ക് 33% സംവരണത്തിലേക്ക് പോകാൻ ചെറിയ കാര്യമല്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീലിമിറ്റേഷൻ. നമ്മളുടെ ഇപ്പോഴുള്ള ആ പാർലമെന്റിൽ ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിലേക്ക് ഇരിക്കാനുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഡീലിമിറ്റേഷനിലേക്ക് നമ്മൾ പോകും. ഇത് കഴിഞ്ഞാൽ പിന്നെ പുള്ളി, എനിക്ക് തോന്നുന്നു 2027 ഒരുപക്ഷെ അടുത്ത വർഷം ഇവർ കൊണ്ടുവരാൻ പോകുന്ന ഏറ്റവും വലിയ, ഒരുപക്ഷെ നരേന്ദ്രമോദി എന്നും എക്കാലവും ചരിത്രം ഓർക്കുന്നത് ആ ബില്ലിന്റെ കൂടെ പേരിലായിരിക്കും. ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഇനി അതിന് വലിയ ലേറ്റ് ആകില്ല. 2027, അതായത് ആ 2027 പാർലമെന്റ് സെഷനിൽ അവര് ഏക സിവിൽ കോഡ് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. അത് ഏക സിവിൽ കോഡ് കൊണ്ടുവരിക എന്നുള്ളത് നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ സംഘടനയെ വന്ന കാലം മുതൽ ഉയർത്തിയ മുദ്രാവാക്യമാണ്. അതുകൂടെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന വ്യക്തിക്ക് സംബന്ധിച്ച്, ഇല്ലെങ്കിൽ പൊളിറ്റീഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇനി അതിൽ കൂടുതലായിട്ടൊന്നും ഇനി ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യാനില്ല. കാരണം ഒരു നേതാവ് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന മുദ്രാവാക്യം, ഇല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ, അത് നിറവേറ്റപ്പെടുമ്പോഴാണ് അദ്ദേഹം ഹീറോ ആയി മാറുന്നത്. ഇന്നലെ ഞാനൊരു സംഭവം കൂടെ മനുഷ്യനെ ഓർമ്മിപ്പിക്കാം. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭാര്യ സുവേന്ദു അധികാരിക്ക് ഒരു ആശംസ അർപ്പിച്ചിരുന്നു. കണ്ടിരുന്നു? കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ തലതൊട്ടപ്പനായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഭാര്യ. അവര് പറഞ്ഞത് എന്താണ്? സുവേന്ദു അധികാരി മിടുക്കനാണ്, വാഗ്ദാനങ്ങൾ വളരെ പെട്ടെന്ന് നടപ്പാക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് എന്നാണ് പറഞ്ഞത്. കേരളത്തിലെ സഖാക്കൾ അത് കേട്ട് പഠിക്കണം. പറഞ്ഞത് മറ്റാരും അല്ല, CPM-കാരുടെ തലതൊട്ടപ്പനാണ് പറഞ്ഞത്. ഒരുപക്ഷെ EMSന്റെ കുടുംബത്തിൽ നിന്നൊക്കെ പറഞ്ഞു എന്ന് പറയുന്നതിനൊക്കെയാണ് ബംഗാൾ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രസ്താവന എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇതൂടെ കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ആ ഒരു നേതാവ് അദ്ദേഹം ഉയർത്തിയ, അതായത് പൗരത്വ ഭേദഗതി നിയമം എടുത്തു കളഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഏക സിവിൽ കോഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ കാശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞിരിക്കുന്നു. ഇതൊക്കെ BJP ഉണ്ടായ കാലം മുതൽ, RSS എന്ന സംഘടന ഉണ്ടായ കാലം മുതൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളാണ്. ആ മുദ്രാവാക്യങ്ങൾ പ്രധാനപ്പെട്ട ഇനി അവശേഷിക്കുന്ന ഏക സിവിൽ കോഡ്. ഏക സിവിൽ ഇതുകൊണ്ട് തീരും എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവ് ഏതാണ്ട് എന്താണ് നമ്മൾ പറയുന്നത്, കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു കംപ്ലീറ്റ് പൊളിറ്റീഷ്യനായി മാറുകയാണ്. എല്ലാം തികഞ്ഞൊരു പൊളിറ്റീഷ്യനായി മാറുകയാണ്. കാരണം കൊടുത്ത വാഗ്ദാനം, പറഞ്ഞ വാഗ്ദാനം, വിളിച്ച മുദ്രാവാക്യം, അതൊക്കെ താൻ അധികാരത്തിലേറിയപ്പോൾ ഒന്നൊന്നായി നടപ്പാക്കി
എന്നുള്ള, അതും ഒരു പ്രതിഷേധത്തിനും ഇട നൽകാതെ, പ്രതിഷേധം സ്വാഭാവികമാണ്, പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിക്കും, അതൊന്നും ഇട നൽകാതെ വലിയ കലാപമുണ്ടാകാതെ, നോട്ട് നിരോധനമൊക്കെ നമ്മുടെ ഇന്ത്യ നോട്ട് നിരോധനം മുമ്പ് നടപ്പാക്കിയ 6ഓളം രാജ്യങ്ങൾ തകർന്ന് തരിപ്പണമായി പോയി കലാപവും സംഘർഷവും നടന്നിട്ട്. ഈ 140 കോടി ജനങ്ങൾ ഇവിടെ നോട്ട് നിരോധനം കൊണ്ടുവന്ന് കള്ളപ്പണത്തെ സുന്ദരമായി പൂട്ടിക്കെട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ചരിത്രത്തിലാദ്യമായി പാകിസ്ഥാനെ, ആണവരാജ്യമായ പാകിസ്ഥാനെ അടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മുമ്പൊക്കെ നമ്മുടെ സർക്കാരുകൾ ഉണ്ടായിരുന്നല്ലോ, പാകിസ്ഥാൻ ഇതിനേക്കാൾ വലിയ ക്രൂരകൃത്യങ്ങൾ ഇന്ത്യയോട് ചെയ്തിരുന്നല്ലോ, ഈ മുംബൈ ഭീകരാക്രമണം അടക്കം. എന്നിട്ട് ചെറുവിരൽ അനക്കാൻ കഴിഞ്ഞു, ഇവിടില്ല. അപ്പോൾ സുശക്തമായ ഒരു ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ മോദിക്ക് കഴിഞ്ഞു. ഒരു സെക്യൂരിറ്റി അല്ല, ഏതൊരു മനുഷ്യനും ഇപ്പോൾ ഒരു സെക്യൂരിറ്റി ഫീലിങ്സ് ഉണ്ട്. ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവർ പറയും രാജ്യം ഭരിക്കുന്ന മോദിയാണ്, ഞങ്ങൾക്ക് ഭയക്കേണ്ടതില്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് അദ്ദേഹം കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. ഒന്ന്, സുരക്ഷ എല്ലാവർക്കും നൽകി. രണ്ടാമത്, തങ്ങൾ വിചാരിച്ചാൽ തങ്ങൾക്ക് ഉയരാൻ കഴിയും എന്നൊരു ചിന്താഗതി യുവാക്കൾക്കിടയിൽ അടക്കം വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രത്യേകിച്ച് മുദ്രാ ലോണും മറ്റുള്ള ഒരുപാട് സ്കീമുകളൊക്കെ കൊണ്ടുവന്നതിലൂടെ ആ 2 കാര്യങ്ങൾ കൊടുത്തു. മൂന്നാമത്, നമ്മൾ താഴേക്കിടയിൽ കിടക്കേണ്ടവരല്ല, മുമ്പോട്ട് പോകേണ്ടവരാണെന്നും നമുക്ക് നാളെ വികസിക്കാൻ കഴിയുമെന്നും അതിന്റെ പാതയിലാണ് നമ്മളെന്നും പറയുക മാത്രമല്ല അത് തെളിയിക്കുകയും ചെയ്തു. GDP-യുടെ ശതമാനം വരുമ്പോൾ മാത്രമല്ല നമുക്ക് വിസിബിൾ ആണ് വികസനം എന്ന് പറഞ്ഞത്. നമ്മൾ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ NH-66 വിഴിഞ്ഞം തുറമുഖം, കേരളത്തിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് വിസിബിൾ ആയിട്ടുള്ള വികസനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലായിടത്തും. കേരളത്തിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളം അതിനോട് പിന്തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് കേരളത്തിൽ വരാറ്. വിസിബിൾ ആയിട്ടുള്ള വികസനങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് പകരം വെക്കാൻ ഒരാളില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തെ അലട്ടുന്ന ഒരു പ്രധാന വിഷയം. രണ്ടാമത്തേത്, അദ്ദേഹത്തിനെതിരെ പഴയ സാധനം തന്നെ പറയാനുള്ളൂ. ഗർഭിണി, ശൂലം, ഭ്രൂണം, ഇതല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒരു കാര്യം പറയാനില്ല. ഇനി മുസ്ലിം വിഭാഗത്തിന് നമുക്ക് നോക്കാം. മുസ്ലിം വിഭാഗത്തിന് അദ്ദേഹത്തെ കുറിച്ച് എന്ത് പരാതിയാണുള്ളത്? ഒരു പരാതിയില്ല. സുഡാപ്പികളൊക്കെ പിന്നെ രാഷ്ട്രീയപരമായ കാരണങ്ങൾക്ക് പരാതി പറയും. എന്ത് പരാതിയാണ് ഒരു മുസ്ലിമിന്? ജെന്യുവൻ ആയിട്ടുള്ള ഒരു പരാതി ഇന്ത്യയിൽ ഏതെങ്കിലും മുസ്ലിമിനുണ്ടോ? നരേന്ദ്രമോദിയെ കുറിച്ച്, ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആനുകൂല്യം കിട്ടിയില്ലെന്നോ ഞങ്ങളെ ഒരു മൂലയ്ക്ക് ഒതുക്കിയെന്നോ അവർക്ക് പറയാൻ കഴിയുമോ? ഇല്ല. രാഷ്ട്രീയപരമായി പറയാൻ പറ്റും. രാഷ്ട്രീയപരമായി അത് ഇപ്പോൾ സ്വാഭാവികമാണ്, അതിനകത്ത് തെറ്റ് പറയാൻ കഴിയില്ല. അവർ പറയണം, കാരണം അത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കമന്റുകൾ മാത്രം. അല്ലാതെ ജെന്യുവൻ ആയിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിമിന് എന്തെങ്കിലും പരാതി നരേന്ദ്രമോദിയെ കുറിച്ചുണ്ടോ? ഒന്നുമില്ല, ഒരു പരാതിയും ഇല്ല. എന്തിന്റെ പരാതിയാണ് പറയേണ്ടത്? ഇവന്മാർ കുറെ കള്ളങ്ങൾ പഠിച്ചിടക്കുന്നില്ലേ? പൗരത്വ ഭേദഗതി കൊണ്ടുവന്ന് നിങ്ങളെല്ലാം പുറത്താക്കുന്നുണ്ട്, ഏതെങ്കിലും മുസ്ലിം ഇവിടുന്ന് പുറത്താകും? ഇല്ല. അവർക്കത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി മറ്റൊരു വലിയൊരു കാര്യം കൂടി നരേന്ദ്രമോദി ചെയ്തു, അതൊക്കെ ഞാൻ അത്ഭുതത്തോടാണ് നോക്കുന്നത്. ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് മുസ്ലിങ്ങളില്ലാതെ ഭരിക്കാൻ പറ്റത്തില്ല എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളില്ലാതെ ഈ രാജ്യം ഭരിക്കാൻ, ഒരു മുസ്ലിമിനെ പോലും മന്ത്രിയാക്കാതെ അദ്ദേഹം 2 ടേം പൂർത്തിയായി. ആദ്യത്തെ ടേമിലുണ്ടായിരുന്നു മുക്താർ അബ്ബാസ് നഖ്വിയൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. പക്ഷെ 2ാം ടേമിൽ വന്നപ്പോൾ ഒരാൾ പോലും ഇല്ല. എന്നാൽ അവർ സ്ഥാനാർത്ഥിയാക്കി. നമ്മുടെ മലപ്പുറത്ത് ഒരു PM സലാമിനെ ഒക്കെ അവർ സ്ഥാനാർത്ഥിയാക്കിയതാണ് ലോക്സഭയിലേക്ക്. അദ്ദേഹം ജയിച്ചില്ല. അപ്പം ഇപ്പൊ മുസ്ലിംസ് ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു MP ഇല്ല, ഞങ്ങൾക്കൊരു കേന്ദ്രമന്ത്രി ഇല്ല. അതിന് നിങ്ങളുടെ അവിടെ നിർത്തിയാൽ നിങ്ങൾ ജയിപ്പിക്കണ്ടേ ആരെങ്കിലും? നിങ്ങൾ തോപ്പിക്കുകയല്ലോ ചെയ്യുന്നത്. ജയിപ്പിച്ചാലല്ല ജയിച്ച് മന്ത്രിയാക്കാൻ പറ്റത്തില്ല. അല്ല വല്ലവരുടെ ജോലിയും മന്ത്രിയാക്കാൻ പറ്റൂ? ഇപ്പൊ നമുക്ക് ചോദിക്കുന്നതിനൊരു അവകാശം വേണ്ടേ? അപ്പം ഇങ്ങനെയുള്ളിടത്ത് അപ്പം അതുപോലും ഇല്ലാതെ, അപ്പൊ അതിൽ നിന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഈ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങൾക്ക് ബോധ്യമായി കൊടുക്കും. അതായത് മുസ്ലിം ഇല്ലാതെയും ഇന്ത്യ ഭരിക്കാം, മുസ്ലിം വോട്ട് കിട്ടിയില്ലെങ്കിലും ഇന്ത്യ ഭരിക്കാം. ഇനി കേരളം നമ്പർ 1 ആണ്, കേരളം ഉഴുതുമറിക്കും, മോദിയെ തടയും, കേരളം ഇല്ലാതെയും കേന്ദ്രം ഭരിക്കാമെന്നും കൂടെ അദ്ദേഹം കാണിച്ചു കൊടുത്തു. 2 ടൈം. ഇത്തവണ മാത്രമല്ല സുരേഷ് ഗോപി പോന്നിട്ടുള്ളൂ, കഴിഞ്ഞ മുമ്പ് ഇല്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഉറച്ച വിശ്വാസമുണ്ട്. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സിഖ് ആയാലും തന്റെ വികസനത്തിന് താൻ ചെയ്ത് കൊടുത്ത കാര്യങ്ങൾ, ഈ മുത്തലാഖൊക്കെ നിർത്തിയപ്പോൾ എന്തുമാത്രം മുസ്ലിം സ്ത്രീകളാണ് അദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങിയത്. അപ്പം അവര് തന്റെ മുന്നിൽ അണിനിരക്കും. ബീഹാറിലൊക്കെ മുസ്ലിംസ് വോട്ട് ചെയ്യാതാണോ BJP ജയിക്കുന്നത്? UP-യിലെ പല സീറ്റിലും മുസ്ലിംസ് വോട്ട് ചെയ്യാതാണ് ചെയ്യുന്നത്. ഈവൻ ബംഗാളിൽ പോലും മുസ്ലിംസ് വോട്ട് ചെയ്ത സ്ഥലങ്ങളില്ലേ? എത്രയോ അടുത്ത് BJP ജയിച്ച് കയറി ന്യൂനപക്ഷ മേഖലയിലൊക്കെ. അപ്പം അവര് വോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ അളവ് പരിമിതമാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എന്താ പറയുന്നത്, അദ്ദേഹത്തിന് തകർക്കാൻ കഴിയാത്തതെന്ന് വെച്ചാൽ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ വിശ്വാസം മാത്രമല്ല, വാക്കാലുള്ള വിശ്വാസം മാത്രമല്ല, സാധ്യമാക്കി കൊടുത്തതാണ്. അതായത് ഈ 202 പദ്ധതികൾ കേരളത്തിൽ ഗുണഭോക്താക്കളായിട്ടുള്ളവരെ 1 കോടി സംതിങ് ആണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു പദ്ധതി പെടാത്തവരായിട്ട് ആരുമില്ല. തൊഴിലുറപ്പിന്റെ ആണെങ്കിലും ഈ പറയുന്ന ആയുഷ്മാൻ ഭാരതിന്റെ ആണെങ്കിലും സമൃദ്ധി സുകന്യ സമൃദ്ധിയുടെ ആണെങ്കിലും ജൽജീവൻ ആണെങ്കിലും എന്തെങ്കിലും ഒരു പദ്ധതി പെടാത്ത ആരുമില്ല. പിന്നെ വളരെ കുറച്ച് പേര് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതുമായിട്ട് തേടി പിടിക്കാത്തതോ ഇതിനകത്ത് റീച്ചബിൾ ആകാത്തവരോ ആയിട്ടുള്ളവർ മാത്രമേ ഉണ്ട്. അത് BJP-ക്കാരുടെ കുഴപ്പമാണ്.
അവരന്വേഷിച്ച് കണ്ടെത്തി ഇവർക്ക് വേണ്ട ഇൻഷുറൻസ് വേണ്ടവർക്ക് അത് ചെയ്ത് കൊടുക്കുകയും ഗ്യാസ് വേണ്ടവർക്ക് അത് മേടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടതിനാണല്ലോ ഇവന്മാരെ പൊതുപ്രവർത്തകരെന്ന് പറയുന്നത്. അത് അവരുടെ കുഴപ്പം മാത്രമാണ്, ഇല്ലെങ്കിൽ ആ പഞ്ചായത്ത് മെമ്പറുടെ കുഴപ്പം മാത്രമായിരിക്കും. അതല്ലാതെ എന്താണ് പറയാനുള്ളത്? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. എന്താണ് മോദിയെ കുറിച്ച് ഒരു മോശം പറയാനുള്ളത്? ഒന്നുമില്ല. ചീത്ത വിളിക്കാൻ ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ നമുക്കിപ്പം പിണറായിയെ വിളിക്കാം, ബി ഡി സതീശൻ, അതൊക്കെ ഇപ്പൊ രാഷ്ട്രീയം മാത്രമാണ്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ആർക്കാണ് ഒരു പരാതിയുള്ളത്? പരാതി ഇല്ലാത്ത ഒരു നേതാവാണ് മോദി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇനി മനസ്സിലാക്കാനുള്ളത് ഒരു ചെറിയ വിഭാഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അവർക്കൂടെ അത് പൂർത്തിയാകുമ്പോഴേക്കും നരേന്ദ്രമോദി തന്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കും.